ഹലോ നമസ്കാരം, ഞാൻ ശാന്തകുമാരിയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നതേ, ഇപ്പോൾ ഒരു 2-3-4 ദിവസമായിട്ട് CJ റോയിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാ മീഡിയകളും എല്ലാതും ഇപ്പോൾ റോയിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ മറുനാടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതും കേട്ടു. ഒരുപാട് ചാനലുകാർ, യൂട്യൂബുകാരെല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത് വേറൊന്നുമല്ല കേട്ടോ. അയാൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഒരുപാട് ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ടു, പ്ലെയിൻ വാങ്ങി, കാറ് വാങ്ങി, സ്വത്തുണ്ടാക്കി, മുതലുണ്ടാക്കി, എന്തുണ്ടാക്കിയാലും ഒരു മനുഷ്യന് മനസ്സുഖം ഇല്ലെങ്കിൽ, മനസ്സമാധാനം എന്നൊന്നില്ലെങ്കിൽ പിന്നെ എന്ത് സ്വത്തുണ്ടായിട്ട് എന്താ കാര്യം? എന്തുണ്ടായിട്ട് കാറ്, ബസ്, പ്ലെയിന് ഇല്ലെങ്കിൽ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ആ ഒരു മരിക്കാൻ തോന്നുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരു പൈസയ്ക്കോ സ്വത്തിനോ മുതലിനോ ഒന്നിനും നികത്താനാവില്ല. കാരണം മരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കാരണം അവിടെ സ്വത്തും മുതലല്ല അയാളുടെ പ്രശ്നം. അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിഷമങ്ങളാണ് മനസ്സിന്. ആ ഒരു നിമിഷം മരിക്കുക എന്നുള്ളൊരു നിമിഷത്തിൽ ഒരു മനുഷ്യന് തോന്നുന്ന ഒരു വികാരമുണ്ടല്ലോ, അത് തടുക്കാൻ ഒരു സ്വത്തിനും മുതലിനും എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എത്ര ആരുണ്ടെങ്കിലും എത്ര പണം ബാങ്കിലുണ്ടെങ്കിലും ആ മരിക്കാൻ തോന്നിയ ഒരു നിമിഷത്തെ തടുത്തു നിർത്താൻ ആർക്കുമാവില്ല. അയാൾക്ക് മരണം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കാം ദൈവം വിധിച്ചിരിക്കുന്നത്. എന്തുണ്ടായിട്ടും കാര്യമില്ല, സ്വത്തുണ്ട്, മുതലുണ്ട്, എന്തുണ്ടായിട്ടും കാര്യമില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ലോകത്തിൽ പണം, സ്വത്ത്, മുതൽ എല്ലാത്തിനും കയ്യിലും വലുത് ഏതാണെന്നറിയോ? മനസ്സമാധാനം. അതൊന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്തും നമ്മൾക്ക് നേടിയെടുക്കാം. ആ ഇല്ലെങ്കിലും മനസ്സമാധാനമുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഈ ഭൂമിയിലൊന്നുമില്ല. എല്ലാം ഉണ്ടായിട്ടും മനസ്സമാധാനമില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അപ്പോൾ സ്വത്ത് മുതലല്ല മനസ്സമാധാനം. എനിക്ക് ജീവിക്കണം എന്നുള്ള പ്രചോദനം, എന്ത് വന്നാലും നേരിടാം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആ ഒരു നിമിഷ നേരത്തെ ആ മനുഷ്യൻ്റെ ആ മരിക്കാൻ തോന്നിയ നിമിഷം, അതെന്തും ആയിക്കോട്ടെ, ആ ഒരു നിമിഷത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല. അത് ദൈവത്തിന് മാത്രമാണ്. ആളുടെ മരണം അങ്ങനെ ആയിരിക്കാം ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് കർമ്മഫലം എന്ന് പറയുന്നത്. ഓക്കെ, ബൈ.